ഇന്ത്യയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കല്യാൺ ഷോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. ഇത് പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതിയിടാനായിട്ട് ഇത് എന്താണ് ഈ പേജ്? ഇതൊരു ഒരു നമ്മുടെ ഒരു നാഷണൽ പേജ് അല്ലേ ഇത്? പുള്ളിക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പുള്ളിയുടെ അക്കൗണ്ട് ഇട്ടാ പോരെ. അപ്പൊ പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇട്ടേക്കുന്നത് ബൈജു പൂട്ടിക്കെതിരായിട്ടാണ്. എന്തോ എനിക്കത് വായിച്ചപ്പോൾ ഒരുമാതിരിയിലെ ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ നടത്തുന്ന അലിഗേഷൻസും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഒക്കെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ. ഒരു ഇലക്ഷൻ ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് അണികളെ എന്തൊക്കെയോ പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റുകൾ, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നതായിരിക്കും തോന്നിയാണ്. അതിനകത്ത് പറയുന്ന ഒരു വരിയുണ്ട്. അതായത് ബൈജു കുട്ടിക്ക് അന്നത്തെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്തോ പുള്ളിക്ക് ഭയങ്കര വൈരാഗ്യ ബുദ്ധി, അതെന്തോ പുള്ളിക്ക് അത്ര പുള്ളിയുടെ ഹെൽത്ത് അത്ര മെന്റൽ ഹെൽത്ത് അത്ര ശരിയല്ലെന്നോ അങ്ങനെയൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഫെഡറേഷനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായതാണ് ഇതാണ്. അപ്പോ എങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത്? പുള്ളിയുടെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു, അതിൽ പുള്ളി പറയുന്നത് നോർത്ത് ഈസ്റ്റ്, അതിനകത്ത് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നോർത്ത് ഈസ്റ്റ് പ്ലേയേഴ്സ് ആണ് കൂടുതലും ഇന്ത്യൻ ഫുട്ബോൾ സ്കോഡിലേക്ക് വരുന്നത്. അപ്പൊ അവർക്കൊക്കെ നീളം ഭയങ്കര കുറവാണ്, ഹൈറ്റ് ഒക്കെ കുറവായതുകൊണ്ട് അത് ടീമിനെയും ടീമിന്റെ ഇമ്പ്രൂവ്മെന്റിനെ ഒക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് രാജസ്ഥാനിൽ നിന്ന് കുറച്ച് പേരെ ഇറക്കാൻ പോവാണ്, അതിന് പണം ചെലവാക്കണം എന്നൊക്കെ പറയും. ഇങ്ങനെ എന്ത് ഉദ്ദേശിക്കുന്നത്? ഈ പുള്ളിക്ക് അറിയാവൂന്ന് എനിക്ക് അറിയില്ല. നീളത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അർജന്റീനയിൽ ഒരു പുള്ളിക്കാരനുണ്ട്, പേര് ലയണൽ മെസ്സി. പുള്ളിയുടെ ഹൈറ്റ് അറിയാലോ. അപ്പൊ ആ പുള്ളിയൊക്കെ ആ ഹൈറ്റ് വെച്ചിട്ട് എങ്ങനെയാ അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്? പോട്ടെ, ഇനിയിപ്പോ അർജന്റീനയ്ക്കോ മെസ്സിയോ ഒന്നും നോക്കിപ്പോണ്ട്, നമ്മുടെ ജപ്പാൻ എടുത്താൽ മതി. അപ്പൊ അവന്മാർ എന്ത് ഈ കളിയാണ് ഇത്? അവന്മാരൊക്കെ ചെറിയ എന്താ പറയുക, അവരുടെ ഹൈറ്റ് ഏത് വഴിക്കാണ്? അപ്പം ഹൈറ്റ് ഒക്കെ ആണ് ഒരു പ്രശ്നം ഒരു ഫുട്ബോൾ ടീമിന്റെ.